സ്വാതന്ത്ര്യസമര രക്തസാക്ഷി ഭഗത് സിംഗ്, ഗായകരായ ലതാ മങ്കേഷ്കർ, ഭൂപേൻ ഹസാരിക, സുബീൻ ഗാർഗ്, തത്വചിന്തകൻ എസ്.എൽ. ഭൈരപ്പ എന്നിവരെ പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിൽ പരാമർശിച്ചു. പാരീസിലെ സാംസ്കാരിക സ്ഥാപനമായ സൗന്ദ് മണ്ഡപത്തെക്കുറിച്ചും നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവച്ചു. രക്തസാക്ഷി ഭഗത് സിംഗിന്റെയും ചലച്ചിത്ര പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെയും ജന്മദിനത്തിൽ ഇരുവർക്കും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭഗത് സിംഗ് ഓരോ ഭാരതീയനും, പ്രത്യേകിച്ച് രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനമാണ്. നിർഭയത്വം ഭഗത് സിംഗിന്റെ സ്വഭാവത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നുവെന്നും ദുരിതം പേറുന്ന ജനങ്ങളോട് അനുഭാവം പുലർത്തുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭാരത സംസ്കാരത്തിലും സംഗീതത്തിലും താൽപര്യമുള്ള ആർക്കും ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങൾ കേട്ട് വികാരഭരിതരാകാതിരിക്കാൻ കഴിയില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ലതാ ദീദിയുമായുള്ള തന്റെ സ്നേഹബന്ധം എപ്പോഴും നിലനിന്നിരുന്നു. ലതാ മങ്കേഷ്കർ പാടിയതും സുധീർ ഭട്കെ സംഗീതം നൽകിയതുമായ ജ്യോതി കലശ് ഛൽക്കെ എന്ന ഗാനം തനിക്ക് വളരെ ഇഷ്ടമാണെന്ന കാര്യം താൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. वीर सावरकर जी के कई गीतों को भी अपने सुरों में पिरोया. लता दीदी से मेरा स्नेह का जो बंधन था वो हमेशा कायम रहा. वो मुझे बिना भूले हर साल राखी भेजा करती थी. मुझे याद है मराठी सुगम संगीत की महान हस्ती सुधीर फड़के जी ने सबसे पहले लता दीदी से मेरा परिचय कराया था. और मैंने लता दीदी को कहा कि मुझे आपके द्वारा गाया और सुधीर जी द्वारा संगीतबद्ध गीत ज्योति कलश छलके बहुत पसंद. പത്മശ്രീ ജേതാവായ മിലേന സാൽവിനി സ്ഥാപിച്ച പാരീസിലെ സാംസ്കാരിക സ്ഥാപനമായ സൗന്ദ് മണ്ഡപം 50 വർഷം പൂർത്തിയാക്കി. ഭാരതീയ നൃത്തകലയെ ജനപ്രിയമാക്കുന്നതിൽ ഈ കേന്ദ്രം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. സൗന്ദ് മണ്ഡപവുമായി ബന്ധപ്പെട്ടവരെ അഭിനന്ദിക്കുകയും അവരുടെ ഭാവി ശ്രമങ്ങൾക്ക് എല്ലാ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. അസമിൽ ഗായകൻ ഭൂപേൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് അവിസ്മരണീയ സംഭവമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്തിടെ അന്തരിച്ച ഗായകൻ സുബീൻ ഗാർഗിനെ കുറിച്ചും നരേന്ദ്രമോദി ഓർമ്മകൾ പങ്കുവച്ചു. സുബീൻ അസം സംസ്കാരത്തിലെ കോഹിന്നൂർ രത്നമായിരുന്നു. അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ എന്നെന്നും നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 24-ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ദാർശനികനും തത്വചിന്തകനുമായ എസ്.എൽ. ഭൈരപ്പയുമായി തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. വിവിധ അവസരങ്ങളിൽ അദ്ദേഹവുമായി നിരവധി വിഷയങ്ങളിൽ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. യുവതലമുറ അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കണമെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.